3 വമ്പൻ ചിത്രങ്ങൾ ഓണത്തിനെത്തുന്നു എന്ന സന്തോഷത്തിലായിരുന്നു മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം. നിവിൻ പോളി, പൃഥ്വിരാജ് കുമാരൻ, ദുൽഖർ സൽമാൻ തുടങ്ങിയ മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങൾ നായകന്മാരാകുന്ന ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ക്ലാഷ് റിലീസിനെത്തുമെന്ന വാർത്തകൾ പുറത്തു വന്നത് മുതൽ സിനിമാ പേജുകൾ സജീവമായിരുന്നു. നിവിൻ്റെ ബെത്ലഹേം കുടുംബ യൂണിറ്റ്, ദുൽഖറിൻ്റെ അയാം ഗെയിം, പൃഥ്വിയുടെ ഖലീഫ തുടങ്ങിയവയായിരുന്നു ലിസ്റ്റിലെ ആ ചിത്രങ്ങൾ. എന്നാൽ ക്ലാഷ് റിലീസുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഓഗസ്റ്റ് 20 റിലീസ് നിശ്ചയിച്ചിരുന്ന ദുൽഖർ സൽമാൻ ചിത്രം അയാം ഗെയിം റിലീസ് മാറ്റിവെച്ചേക്കുമെന്ന ശക്തമായ അഭ്യൂഹങ്ങളാണ് പ്രധാനപ്പെട്ട സിനിമാ പേജുകളിലെല്ലാം നിറയുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലെങ്കിലും അഭ്യൂഹങ്ങൾ സ്വീകരിച്ചോ തള്ളിയോ ചിത്രവുമായി ബന്ധപ്പെട്ട് ആരും തന്നെ രംഗത്തെത്തിയിട്ടുമില്ല. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥയിലുള്ള വേഫെയർ ഫിനാൻസിന്റെ ബാനറിൽ ഒരുക്കിയ ചിത്രത്തിന്റെ ബജറ്റ് 120 കോടിയോളമാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു അടുത്തിടെ പുറത്തുവിട്ട ട്രെയിലറെ കണ്ടാൽ വിഷ്വലുകൾ. ഒരു ഹോളിവുഡ് ചിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ കാർ ചേസിങ്ങും വമ്പൻ ആക്ഷൻ രംഗങ്ങളും നിറഞ്ഞാടുന്നതായിരുന്നു ട്രെയിലർ. ഇത്തരത്തിൽ ഒരു പക്കാ കൊമേഴ്സ്യൽ ചിത്രമായി ഒരുക്കിയിരുന്നതിനാൽ തന്നെ ക്ലാസ് റിലീസായ ചിത്രം റിലീസ് ചെയ്യുന്നത് ബോക്സ് ഓഫീസിൽ കളക്ഷനിൽ കാര്യമായ ഇടിവ് സംഭവിക്കാൻ കാരണമാകുമെന്നും ഇതായിരിക്കും റേസിൽ നിന്നും പിന്മാറാനുള്ള കാരണമെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ഓഗസ്റ്റ് 20 റിലീസിന് തയ്യാറെടുത്ത പ്രൊമോഷനുകളെല്ലാം ആരംഭിച്ച ഘട്ടത്തിൽ അയാം ഗെയിമിൻ്റെ റിലീസ് മാറ്റിവെക്കില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരുമുണ്ട്. 2023 പുറത്തിറങ്ങി പരാജയപ്പെട്ട കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖർ നായകനായ മലയാളത്തിൽ പുറത്തിറങ്ങുന്ന ചിത്രമെന്ന രീതിയിൽ വലിയ പ്രതീക്ഷയായിരുന്നു അയാം ഗെയിമിനുള്ളത്. മാറ്റിവെക്കുകയാണെങ്കിൽ റിലീസ് ഡേറ്റ് ഇനിയും നീളുമെന്ന ആശങ്കയും പ്രേക്ഷകർക്കുണ്ട്.